ഒരു സ്ത്രീ ആവുമ്പോൾ പുരുഷന്മാരെ ഹാൻഡിൽ ചെയ്യൽ ചെറിയ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് എപ്പോഴും ആ ഒരു ഈഗോ ഉണ്ടാവും. അപ്പോൾ അതൊരു സ്ത്രീയുടെ കയ്യിൽ നിന്നൊരു കമാൻഡ് വാങ്ങിക്കുക, ഒരു സ്ത്രീ അങ്ങനെ ചെയ്യാൻ പറയും, ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്, എന്താ ലേറ്റായി വന്നതെന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അതൊരു പുരുഷനാണ് ചോദിക്കുന്നതെങ്കിൽ അവർക്കൊന്നും തോന്നില്ല, നാളെ നേരത്തെ വരാം എന്ന് പറഞ്ഞ് അങ്ങ് ലൈറ്റായിട്ട് വെളുത്തോളൂ. പക്ഷെ അതൊരു സ്ത്രീ ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എപ്പോഴും നമ്മൾ ഒരു പുരുഷന്മാർ ചെയ്യുന്നതിൻ്റെ ഡബിൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മളെ അവർ റെക്കഗ്നൈസ് ചെയ്യുകയോ നമ്മളെ അംഗീകരിക്കുകയോ ചെയ്യുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തൊക്കെ ത്രില്ലുണ്ട്, എൻ്റെ കിക്കും കൂടെയാണത്. ഇത് രണ്ടും കാര്യം നമ്മൾ അവർക്കൊപ്പം എത്തി നിൽക്കുന്നുണ്ടല്ലോ. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ അവരുടെ ഒപ്പം തന്നെ സംസാരിക്കാൻ, അവരുടെ ഒപ്പം തന്നെ നിന്ന് അവരെ മാനേജ് ചെയ്യാൻ ഉള്ളൊരു പൊസിഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതെനിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു ഇതും കൂടെയാണ്. ഇന്നെനിക്കൊരു ബാങ്കബിൾ ആർട്ടിസ്റ്റ് ഇല്ലാതെ പടം ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള കണ്ടന്റിൽ സിനിമ മുന്നോട്ട് പോകാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതിനകത്ത് ആണുങ്ങളെ മാനേജ് ചെയ്യുന്നതിൻ്റെ കിക്കല്ല, അതിനകത്ത് എനിക്ക് ആ കണ്ടന്റിലുള്ള വിശ്വാസമാണ്. കണ്ടന്റിലുള്ള വിശ്വാസവും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് ഇതിനകത്ത് സ്ത്രീകളില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല സത്യത്തിൽ. ഇതിനകത്ത് ഇല്ല, ഞാൻ ചെയ്യുന്ന പടത്തിൽ സ്ത്രീകൾ വേണം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്ന ഫെമിനിച്ചീന്നാണ്. അപ്പം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ന് വെച്ചാൽ എൻ്റെ സിനിമയിൽ സ്ത്രീകൾ വേണം എന്നില്ല. അതിൻ്റെ കഥയ്ക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചോതിയാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ട്. ഹാൻഡ്സ് ഓൺ ആയിട്ട് മേ ബി ഓൺലി യു എന്നാണ് എൻ്റെ ഒരു ഉദാഹരണം. ജെൻഡർ ആദ്യം കുറച്ച് പറഞ്ഞു, ഹൗ ജെൻഡർ എങ്ങനെയാണ് ജെൻഡറിനെ ഫീൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ എന്നുള്ളത്. അത് കുറച്ചുകൂടി ഒന്ന് പറയാം. ആസ് എ ഫീമെയിൽ ഫിലിം പ്രൊഡ്യൂസർ എങ്ങനെയാണ് ജെൻഡറിനെ സെന്റർ ഫേസ് ചെയ്തിട്ടുള്ളത്? ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്, ലൈക്ക് ഓൾ ദോസ് ഇഷ്യൂസ്? And also he was young, like very young producer. ആരുമില്ല, then senior. Yes. എനിക്ക് ആക്ച്വലി ഈ മരുഭൂമിയിൽ വിരിഞ്ഞ താമരപ്പൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ ഒരു വെൽക്കമിങ്. വാം വെൽക്കം ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണെങ്കിലും എല്ലായിടത്തും വാം വെൽക്കം ആയിരുന്നു. കാര്യം ഒരു പെൺകുട്ടി ഒരു സിനിമ ചെയ്യുന്നു, ഒറ്റയ്ക്ക് സിനിമ ചെയ്തിറക്കുന്നു, അങ്ങനെ പിന്നെ അവരുടെ ഒപ്പം തന്നെ നിന്ന് സിനിമ ചെയ്യുന്നു. അവരെന്നെ ഇപ്പോഴും റെസ്പെക്റ്റോടെ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതിനകത്ത് ചെറിയൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊപ്പം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അവൾ വളരാൻ പാടില്ല. ആ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇല്ലായിരിക്കാം, എനിക്കങ്ങനെ തോന്നാറുണ്ട്. പലർക്കും അത് ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ വളരാൻ അനുവദിക്കാത്തതുപോലെയും ഫീൽ ചെയ്യാറുണ്ട്. ചെറിയൊരു പെരുന്തച്ചൻ എഫക്റ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് ജെൻഡറിന്റെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ആണുങ്ങൾ അങ്ങനെ വരുന്നതിനോട് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഒരു സ്ത്രീ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അൺഫെയർ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ പോലും തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്ത്രീയെ ആണുങ്ങൾക്ക് പൊതുവെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഒരുപാട് ഇഷ്യൂസ് ഞാൻ ആ സമയത്ത് തുടക്കകാലങ്ങളിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ ഓർക്കും, ഞാൻ എല്ലാം പഠിച്ചു. കാര്യം അത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്, അത്രയും മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇനി ഞാൻ എല്ലാം പഠിച്ചു, ഇനി എനിക്ക് അടുത്ത പെടാൻ. ഞാൻ എപ്പോഴും വിചാരിക്കും, ഓക്കെ, ഒരു സിനിമ ചെയ്താൽ ലോകത്തിൽ എന്ത് ബിസിനസ്സും ചെയ്യാം. കാര്യം അത്രയും ആളുകളെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, അത്രയും ആളുകളെയാണ് ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അതും പല സ്ട്രാറ്റസിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് സെലിബ്രിറ്റീസ് മുതൽ ചായ കൊടുക്കുന്ന പയ്യന്മാർ വരെ എല്ലാവരെയും, പ്രൊഡക്ഷനിലുള്ളവരെ എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എല്ലാവരും ജോലിക്കായിട്ടാണ് വരുന്നത്, എല്ലാവരും ഉപജീവന മാർഗത്തിനായിട്ടാണ് വരുന്നത്, എല്ലാവരും ഈക്വലാണ്. ഓരോരുത്തരുടെയും ജോലി വ്യത്യാസമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഇവിടെ ഉള്ളൂ. പക്ഷെ
നമുക്കൊരു പവർ പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു നിറം മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ചിലപ്പോൾ ഇതേ പൊസിഷനിൽ നിന്ന ആൾക്കാർ ഇന്ന് വേറൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ ആദ്യം നിന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളെ പുച്ഛത്തോടെയാണ് കാണുന്നത്, അവരെ തെറി വിളിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പം അതൊക്കെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും. അതൊക്കെ കൊണ്ടായിരിക്കാം ഞാനൊരു എന്താ പറയുന്ന ഒരു അപ്രോച്ചബിൾ പ്രൊഡ്യൂസർ അല്ല എന്നൊരു ഒരു കിംവദന്തി പൊതുവെ ആളുകളുടെ ഇടയിലുണ്ട്. പിന്നെ കുറച്ച് ഹാഷാണ് ചിലപ്പോൾ ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഒരു ഡ്രൈവർ വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ക്യാഷ് വലിച്ചെറിഞ്ഞിട്ട് പോയി ഒരു പ്രാവശ്യം. അപ്പോൾ അത് ഞാൻ ചെക്ക് കൊടുത്തപ്പോൾ ക്രോസ് ചെക്കാണ് കൊടുത്തത്. അപ്പോൾ ക്രോസ് ചെക്ക് കൊടുത്തു, ഞാൻ പറഞ്ഞിട്ടാണ് കൊടുത്തത് ക്രോസ് ചെക്കാണ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് പയ്യെ മാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പക്ഷെ പുള്ളിക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ ക്യാഷ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞു. അത് ആളുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സെറ്റിൽ ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി ഈ സെറ്റിൽ ഇനി വർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ ഫുൾ സെറ്റ് പണി നിർത്തി വെച്ചു. അതായത് FK വിളിച്ചു പറഞ്ഞു ആ ആളെ വിടുവാണെങ്കിൽ വേറെ ആരും ഇനി വർക്ക് ചെയ്യണ്ട ഈ സെറ്റിൽ. അല്ല എന്നെ ആദ്യത്തെ സിനിമയിൽ നടന്ന ഇഷ്യൂ ആണ്. ഈ സെറ്റിൽ ഇനി ആരും വർക്ക് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ യൂണിറ്റ് ഓഫ് ചെയ്യുന്നു, എല്ലാം ഓഫ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു 23 വയസ്സുള്ളൊരു പെൺകുട്ടി, ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാൾ, പെട്ടെന്ന് നമ്മൾ ഇത്രയും പൈസ ഇറക്കിയേക്കുന്നൊരു സിനിമ, അതായത് നമ്മൾ നിർബന്ധിതയാവുകയാണ് നമ്മുടെ മുഖത്തേക്ക് ചെക്ക് വലിച്ചെറിഞ്ഞ ആളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയാലും കുഴപ്പമില്ല, ഇതിൻ്റെ പേരിൽ ഞാൻ റോഡിൽ ഇറങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല, ഈ ആത്മാഭിമാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. നിങ്ങൾ നിർത്തുന്നെങ്കിൽ നിർത്തിക്കോ, അങ്ങനെയാണെങ്കിൽ ഞാനും പ്രസ് മീറ്റ് വിളിക്കാം, എനിക്കും പറയാനുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തിരിച്ച് എന്നാൽ ശരി വേണ്ട അയാളെ വർക്ക് ചെയ്യിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളിക്ക് സസ്പെൻഷൻ കൊടുക്കണമെന്നോ ഒന്നും ഇല്ല. അങ്ങനെ പുള്ളി വേറെ ഏതെങ്കിലും പടത്തിൽ പോയി വർക്ക് ചെയ്തോട്ടെ, എൻ്റെ പടത്തിൽ ഇനി വർക്ക് ചെയ്യണ്ട, അത്രേ ഉള്ളൂ എനിക്ക്. നമ്മുടെ കൂടെ നമ്മളെ ഇത്ര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്ത ഒരാളെ എങ്ങനെയാണ് വീണ്ടും അതേ സെറ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുക? അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ പടം നിന്നാലും കുഴപ്പമില്ല, ഞാൻ അതിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പല ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കാം ഞാനൊരു ഈ പറയുന്ന പോലത്തെ ഒരു ടെറർ പ്രൊഡ്യൂസർ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടത്. നമ്മൾ തുടങ്ങിയപ്പം ഈ ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെയാണ്, അതായത് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ പുതിയവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് തുടങ്ങിയത്. അതെ അത് അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, സിനിമ ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഡയറക്ടർ വന്നത് ഒരു പുതിയ ആളായിരുന്നു, അതിൻ്റെ റൈറ്റർ പുതിയ ആളായിരുന്നു. ഒരു പടം അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കോ റൈറ്ററായിട്ട്. അതിനുശേഷം ഒരു ബേസിക്കലി ഇതും ഒരു പുതിയ സിനിമയാണെന്ന് പറയാം പുള്ളിക്ക്. അപ്പം ആദ്യത്തെ പടം പോലെ തന്നെ. അപ്പം ഡയറക്ടർ പുതിയ ആള്. അപ്പോൾ ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കംഫർട്ട് സോൺ കിട്ടി. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യം ചെയ്തപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ പോലും ആദ്യം ചെയ്ത കാര്യങ്ങളിൽ നിന്നാണ് എനിക്ക് ധൈര്യം കിട്ടിയത്. ഇപ്പം ആദ്യം നമ്മൾ സേഫ് പ്രോജക്റ്റാണ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരു പുതിയ ആൾക്കാരെ വെച്ചൊരു സാധനം ചെയ്യാൻ എപ്പോഴും ഭയമായിരിക്കും. ആ ഭയം എനിക്ക് മാറിയത് എൻ്റെ ആദ്യത്തെ സിനിമകളാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും പേടിയില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ ഒരു പേടിയില്ല. എന്ത് കാര്യവും ഇപ്പം നമ്മൾ തെറി വിളിക്കുന്നതാണെങ്കിൽ പോലും ആദ്യത്തെ പ്രാവശ്യം വിളിക്കാനേ പേടിയുള്ളൂ, അല്ലെങ്കിൽ ഒരു മടിയുള്ളൂ. പിന്നെ അങ്ങോട്ട് പിന്നെ സുഖമായിട്ടൊക്കെ വരും. എല്ലാം ആദ്യത്തെ പ്രാവശ്യം ബുദ്ധിമുട്ട്. സിനിമയുടെ ആണോ? സിനിമയുടെ കോണ്ടന്റ് എനിക്ക് ഇന്നത് വേണം എന്നുള്ള ഇതില്ല എനിക്ക്. അപ്പം എല്ലാ കഥകൾക്കും ഓപ്പണാണ്, ഏത് കഥ വേണേലും കേൾക്കാൻ ഞാൻ ഓപ്പണാണ്. പക്ഷെ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആവുമോ, ഞാൻ ഒരു പകുതി ആവുമ്പം തന്നെ എനിക്ക് തീരുമാനമാവും ഞാൻ ഇത് ചെയ്യും അല്ല ഞാൻ ഇത് ചെയ്യില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ വരും. കാര്യം അതുവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഈ പടം ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടാവും. പിന്നെ അത് കേട്ട് കഴിഞ്ഞാലും എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പടം ചെയ്യും. പിന്നെ ഞാൻ ഒരു 2-3 ദിവസവും കൂടെ ഒന്ന് പ്രോസസ്സ് ചെയ്യും അത്. അപ്പോഴും ഞാൻ പലരോട് പറഞ്ഞു നോക്കും
ഇങ്ങനൊരു കഥ കേട്ടു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു 1 ലൈൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അത് ഇതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. കാര്യം എനിക്ക് നമുക്ക് ഒറ്റയ്ക്കൊരു കാര്യം ഡിസൈഡ് ചെയ്യാം, ബുദ്ധിമുട്ടാണ്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരിലേക്ക് ചെല്ലേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ എനിക്ക് റൊമാൻറ്റിക് പടങ്ങളോടാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഇപ്പം ചെയ്തേക്കുന്നത് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും കേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് ആസ് എ പ്രൊഡ്യൂസർ എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ സർക്കിളുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. എനിക്ക് ആദ്യം എക്സൈറ്റ്മെൻറ്റ് കിട്ടിയോന്ന് ഞാൻ നോക്കും, അത് ഞാൻ എൻ്റെ സർക്കിളിൽ ഡിസ്കസ് ചെയ്യും. അവരും ഓക്കെ ആണെങ്കിലാണ് പ്രൊസീഡ് ചെയ്യുക.